ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളക്കടലയുണ്ടല്ലോ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഡേറ്റ്സും കൂടെ ചേർത്ത് നല്ല അടിപൊളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാത്ത ഷുഗർ ഒന്നും ചേർക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ച് മാത്രം വെള്ളക്കടലയുണ്ടല്ലോ അതൊന്ന് എടുത്ത് ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കുതിർത്തെടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ആണ്ട് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാര്യം നമുക്കിതിൻ്റെ വെള്ളമൊന്നും ആവശ്യമില്ല. ഈ കടല ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കണ്ട. വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് ഈ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ട് 4 വിസിലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. അപ്പോൾ ദാണ്ട് നമ്മുടെ കടലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴേ ഇത് നല്ല പോലെ ഇങ്ങനെ അമുങ്ങി പോണതാണ്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം അങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. ഈ കടല മാത്രം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാണ്ട് ഞാൻ കടലെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4-5 ഡേറ്റ്സ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞോ കളയാതോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ കുറച്ചൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാണ്ട ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. കുറച്ച് കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറും രുചിയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ദാണ്ട് ഇതുപോലെ അതും നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല പ്രോട്ടീനാണ്. മധുരവും എണ്ണയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. സ്നാക്സ് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ്. നമുക്കും കഴിക്കാം. ചോക്ലേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സ് കഴിക്കണം തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ ഉരുട്ടിയെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. അതെ ഇതുപോലെ ഞാനൊന്ന് ലഡുവിൻ്റെ ഷേപ്പിലാണ് ഞാനൊന്ന് ആക്കി എടുത്തേക്കുന്നത് കണ്ടോ. അപ്പം ഇതുപോലെ ഒന്നാക്കി എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഇത് തിന്നുമ്പോൾ ഇത് കടല വെച്ചുണ്ടാക്കിയതാന്ന് ഒരു മനുഷ്യനും കണ്ടുപിടിക്കില്ല കേട്ടോ. അത്രയ്ക്ക് നമുക്ക് മനസ്സിലാവില്ല ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ലൊരു സ്നാക്സ് കഴിക്കുന്ന ടേസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതാണ്ട് ഞാനിവിടെ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ ഇതാണ് നമ്മുടെ സ്നാക്സ്. അപ്പോൾ നമുക്കിത് ഇനി ഇങ്ങനെ ഒന്ന് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഒരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.